ഗായ്സ് വെൽക്കം ബാക്ക് ആൻഡ് ഗുഡ് ഈവനിങ്. സമയം ഏകദേശം 6:30 വരുന്നു. നമ്മുടെ മസ്കറ്റ് അല്ലെങ്കിൽ ഇത് മസ്കറ്റ് എന്നാണ് ഞാൻ പറയുന്നത്, പക്ഷേ ഇത് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദി കബീറാണ്. അപ്പോൾ വാദി കബീറിലെ ഊടുവഴികൾ തേടിയുള്ള യാത്രയുടെ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും വെൽക്കം ടു അൽ മസ്കറ്റ് സീരീസ്. ഒരാൾ വളം തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഇപ്പോൾ ഈ 6 ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ മോട്ടോറോളയിൽ എടുക്കുന്ന സാംസങ്ങിൻ്റെ ഒരു മൂലയ്ക്ക് ഒതുക്കി വെച്ചിരിക്കുക. ഇവിടെ ഒരു ടൊയോട്ട ക്യാമറി. ഇതാണല്ലേ ടൊയോട്ട ക്യാമറി. പിന്നെ ഇതിൽ ഇച്ചിരി മങ്ങൽ കാണാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നത്. അവിടെ ഒരു വേറെ വണ്ടി കിടപ്പുണ്ട്, ടൊയോട്ടയുടെ തന്നെ ഏതാണ്ട്. ഇവിടെ ടൊയോട്ടയുടെ കുറേ കിടക്കുന്നുണ്ട്. ഇതും ടൊയോട്ട, അതും ടൊയോട്ട, ഒക്കെ ടൊയോട്ട. അവിടെ മറ്റേ സാധനം നമ്മൾ അന്ന് കാണിച്ച ട്രക്ക്. എനിക്ക് തോന്നുന്നു ഇതിൽ ഇച്ചിരി ക്ലാരിറ്റി കുറവായിരിക്കും നിങ്ങൾക്ക് ബാക്ക് ക്യാമറയിൽ കാണുമ്പോൾ, എനിക്ക് തോന്നുന്നു. എനിക്കിതിനകത്തൂടെ നോക്കിയിട്ട് വരുമ്പോൾ ഇരുണ്ടിരിക്കുന്നു. വീഡിയോ വരുമ്പോൾ എന്തായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞോളാം. അതെ, ഇത് അന്ന് ഞാൻ കാണിച്ചു തന്ന വണ്ടിയാണ് ടൊയോട്ടയുടെ. അതെന്താണ് ഇപ്പോൾ ഉണ്ടായിരുന്നതിൻ്റെ പേര്? ലാൻഡ് ക്രൂസർ. അത് തന്നെ ലാൻഡ് ക്രൂസർ. പക്ഷേ ഇത് പിക്കപ്പാണ് കഴിച്ചത്. പിക്കപ്പ്. അത് നമ്മൾ വീണ്ടും വീടിൻ്റെ പുറകിലെത്തിയിരിക്കുകയാണ്. സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടികൾ നമ്മളിവിടെ എന്തിനാ എപ്പോഴും വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വഴി പോയി കഴിഞ്ഞാൽ നേരെ മറ്റേ ഹൈവേയിൽ ചെന്ന് കയറും. നമ്മുടെ ഇതിൻ്റെ അപ്പുറത്തൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് കുറേ ഒരുപാട് വഴികളുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ അന്ന് പോയ വഴി ഇത്, രണ്ടാമത്തെ വ്ലോഗിൽ പോകുന്ന വഴി ഇത്. നമ്മുടെ പ്രാവുകൾ അവിടെയൊക്കെ ഇരിപ്പുണ്ട്. പ്രാവ്സ് നിറയെ പ്രാവ്സ് ഉണ്ടോ. പൂച്ചകളും ഇവിടെ കലഞ്ഞിരിഞ്ഞ് നടപ്പുണ്ട്. എപ്പോഴും കാണിക്കുന്ന പരിപാടി തന്നെ നമ്മളെ വീട്. ഇതിനകത്ത് ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടി ഇത് എത്രത്തോളം ഔട്ട് വരുമെന്ന്. എന്നെന്തായാലും വെളിച്ചം വെട്ടം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ മോട്ടോറോള എടുക്കുന്ന. സാംസങ്ങിന് ഫസ്റ്റ് കൊടുത്ത ഫോൺ എൻ്റെ ഇരിപ്പുണ്ട്. നമുക്കപ്പോൾ ഇവിടുത്തെ എന്തൊക്കെ കൂടുവഴി കണ്ടുപിടിക്കാം. ഇത് ഷോർട്ട് വ്ലോഗ് ആയിരിക്കും മിക്കവാറും. ഞാൻ കഴിഞ്ഞത് ഷോർട്ട് വ്ലോഗാന്ന് പറഞ്ഞിട്ട് മെയിൻ വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അതെനിക്കൊന്നും ഇതായിട്ടില്ല. ആ വ്ളോഗ് മറ്റന്നാളെ വരും തോന്നുന്നു. അതായത് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യും, ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇന്ന് 22-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതും കഴിഞ്ഞിട്ടായിരിക്കും 24-ാം തീയതി കണ്ടാണ് ഞാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കഴിഞ്ഞിട്ടായിരിക്കും വന്നത്. അതിൽ 25-ാം തീയതിയൊക്കെ ആയിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത്. അപ്പോൾ എത്ര ഡിലേ ഉണ്ട് നടക്കുന്നതിന്. ഇവിടെ മൊത്തം ഈ ടൊയോട്ടയുടെ വണ്ടി ഇച്ചിരി കൂടുതൽ ഇവിടെ. ടൊയോട്ടയുടെ ഏതൊരെണ്ണം. ഇത് കാമറി, ഇത് പഴയ ഏതൊരു മോഡൽ ടൊയോട്ടയുടെ തന്നെ. അത് ഇവിടുത്തെ ഏതൊരു മോഡൽ. എവിടെ ഒരു പൂച്ചരിക്കും അങ്ങനെ പറഞ്ഞില്ല. ഇവിടെ ഈ സമയത്ത് ഒരു രാത്രിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പൂച്ച നിറയെ ഉണ്ടാവും. നിറയെ പൂച്ചയാണ് ഇവിടെയൊക്കെ. പിന്നെയും കൂടെ പൂച്ച, അവിടെയും പൂച്ച. ഇതിനകത്ത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാക്സിമം ക്ലിയർ ആക്കാൻ നോക്കാം. കിട്ടിയില്ല എന്നെ ഒന്നും പറയരുത്. ഈ വ്ളോഗ് ഷോർട്ട് വ്ളോഗായിട്ട് ഞാൻ മിക്കവാറും ഇടും. അവിടെ നമ്മുടെ കൊടി നമുക്ക് എന്തായാലും നടക്കാം. അതാണ്ട് ഇവിടെ ഒരു കറുത്ത പൂച്ച, ഇവിടെ കുഞ്ഞു പൂച്ച, വേറെ പൂച്ച. നമ്മുടെ ചുറ്റും അതിഥികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ പൂച്ച കണ്ടപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എന്താ പൂച്ച കണ്ടതിൻ്റെ പ്രശ്നമാണ് ഈ കാണിക്കുന്നത്. അത് വണ്ടീൻ്റെ അവിടെ പോകുന്നു. ഇത് ഇവിടെ കുത്തിക്ക്. ഇതാണ് അടുത്തോട്ട് വന്നത്. ഇപ്പോഴത്തേക്ക് എല്ലാം കൂടെ വേണ്ടി എന്തിനാണ് എന്ത് വെള്ളം ഒരു അടാർ ഐറ്റം പോകുന്നുണ്ട്. ഇതെന്തത് സിംഹോ ഇങ്ങോട്ട് നടന്നു നമ്മൾ കണ്ടോ? ആണ്ട പോയി ആടെ പോയി അവിടെ പോയി ആടെ പോകുന്നു. എന്തത് സിംഹോ? മുഴുത്തൊരു സാധനം. തല കണ്ട അതിൻ്റെ. നമ്മൾ വീണ്ടും നടന്ന് വീണ്ടും ഇവിടെ എത്തി. അന്ന് വന്ന വഴി ഇത്. നമ്മളിപ്പോൾ ഇതിലേക്കൂടെ നടന്ന് ഇങ്ങനെ വന്ന്. ഇന്ന് വന്ന വഴി ഇത്. നമ്മൾ അന്ന് വന്ന് ഇവിടെയാണ് നിന്നത്. അവിടെ മറ്റേ ഒമാൻ്റെ കൊടി, സെയിം സ്ഥലം. നമുക്ക് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിക്കുന്നു.
നമുക്കിനി മെയിൻ റോഡിലോട്ട് കയറാം. അതൊക്കെ ഊട് വഴികൾ തപ്പി നടക്കാം. അങ്ങോട്ട് അങ്ങോട്ട് പോകാനാണ് ഇരുന്നത്. നമുക്ക് അങ്ങോട്ട് എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇത് കണ്ട കിളികളുടെയൊക്കെ ബളം. അന്ന് ഞാൻ ഇവിടെ വന്ന് നിന്നാൽ ഭയങ്കര ഒച്ചയായിരുന്നു തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താണ്. ഏശ് ഇവിടെ എത്ര നേരം പൂച്ച ഉണ്ടായിരുന്നു. ബാക്കിൽ പൂച്ച വരുന്നു. ഒരെണ്ണം ഇതിൻ്റെ അടിയിലോട്ട് പോയി. ഒരുത്തിന്ന് പൂച്ചയുടെ എന്തോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നിന്ന്. പോയാ പൂച്ച പോയാ? ദേ വഞ്ഞു പൂച്ച. ദേ വഞ്ഞ് പൂച്ച ബാക്കിൽ അവിടെ പോയി. പൂച്ചയെ കണ്ടതിൻ്റെ വെപ്രളമാണ് കന്ന് കണ്ട. ഇവിടെ വന്നപ്പോൾ ഇവിടെയും പൂച്ചത്. ആ കാറിൻ്റെ അടി ഒരെണ്ണം കിടപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ? കണ്ടോ അവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. കണ്ട പൂച്ചയെ കണ്ടിട്ട് എന്തോ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഒരു സീനറി കൊള്ളാം കേട്ടോ. അത് കണ്ടോ മരം പൂച്ചി ഫുള്ള് മരം. പൂച്ച ഓടിപ്പോയി. നമ്മൾ കുറച്ച് നേരമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അടി കയറിപ്പോയ പൂച്ച വന്നു. ഇതിൻ്റെ നേരം നോക്കി ഏതാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്ര നേരം. ഞാൻ അതാ വീഡിയോ എടുത്തത്. കണ്ട തന്നെ നടന്ന് പോകണുണ്ട് അതിൻ്റെ അടുത്തോട്ട്. തന്നെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഇതാണ് അവസ്ഥ. ആളുടെ പുറകെ പോവുക. എന്തോ കാര്യം പറഞ്ഞിട്ട് പോവുക പൂച്ച. നമ്മൾ അന്ന് ഇങ്ങോട്ട് വരാനായിരുന്നത്. പക്ഷേ ഇവിടെയൊക്കെ ആൾക്കാരിരിക്കുന്ന കാരണം അന്ന് ഇങ്ങോട്ട് വരാണ്ടേ. ലൈറ്റൊക്കെ വീണ് ഏകദേശം ഇരുട്ടായി തുടങ്ങി. കണ്ട ഇവിടെയൊക്കെ നല്ലൊരു മരത്തിൻ്റെ ചോട്ടി ഇങ്ങനെ കുത്തിയിരിക്കുന്നത് കണ്ടോ മരം. ഇവിടെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുക. ഇവിടെ വന്ന് അത് കണ്ടോ അവിടെ കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. വൈകിട്ട് ഇങ്ങനെ വന്ന് ഇരിക്കാൻ നല്ല രസമായിരിക്കും. നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ട് വന്ന് കണ്ട ഇവിടെ ഒരു പൂ നിൽപ്പുണ്ടൊരു സാധനം. ഇവിടെ കൊണ്ട് തീർന്നു. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കൊള്ളാം. ഇവിടെ 5030 ഉണ്ട്. അത്രേ ഉള്ളൂ. അങ്ങോട്ട് റോഡുണ്ട്. അവിടെ ഡെഡ് എൻഡ് അല്ലേ മീൻസ് അവിടെ നമ്മൾ കാർ അധികമൊന്നും പോയില്ല. ഇവിടെയൊക്കെ തന്നെ ഒന്ന് കറങ്ങി പോകാനുള്ള പരിപാടിയാണ്. ഈ പൂ നിൽക്കണതാണ് നല്ല രസമുണ്ട്. ഈ ഫ്രെയിം കൊള്ളാം. ഈ ഫ്രെയിം കൊള്ളാം കേട്ടോ. ഒരു ഫോട്ടോ എടുത്തോട്ടോ ഒരു മിനിറ്റ്. കേസ് നമ്മൾ അവിടെ നടന്ന് ഇവിടെ എത്തിയുണ്ട്. അവിടെ ഒരു പടിക്കെട്ടൊക്കെ ഉണ്ട്. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള വിഷ്വൽസൊക്കെ കുറച്ച് ഇതായി തുടങ്ങും. മീൻസ് ഒരുമാതിരി ബ്ലറായി തുടങ്ങും. ക്രെയിംസ് വന്ന പോലെ ഇരിക്കും. അപ്പോൾ ഇനി സാംസങ്ങിൽ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ കൊള്ളാം വിഷ്വൽസ്. നമ്മൾ വീണ്ടും തിരിച്ചു നടക്കണം. അങ്ങോട്ട് അധികം പോണില്ല. എനിക്ക് പരിചയമില്ലാത്ത റൂട്ടായതുകൊണ്ട്. പിന്നെ ഇവിടുത്തെ കാറുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആരായാലും വഴി നിൽക്കുകയാണെങ്കിൽ വന്നിങ്ങനെ ഒന്ന് ഹായ് കാണിച്ചിട്ട് പോകും. അപ്പോൾ ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടുത്തെ ഒമാനിയാണെന്ന് തോന്നുന്നു. ആൾ വന്നിങ്ങനെ നോക്കിയിട്ട് ഹായ് എന്ന് പറഞ്ഞിങ്ങനെ കൈ കാണിച്ചിട്ട് പോയി. ഞാൻ ചിരിച്ചു. നമ്മളിങ്ങനെ പുറത്തുനിന്ന് വന്നവരായാലും ഒരു ഹായ് കാണിച്ചിട്ട് പോകും. ഞാൻ പതുക്കെ വിയർത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട ഇവിടെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറി. ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ലൈറ്റ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി തൊട്ട് സാംസങ് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നിർത്തും ഞാൻ ഇതോടുകൂടി. നമുക്ക് അതായാലും കുറച്ചുകൂടെ അങ്ങോട്ടൊക്കെ നടന്നു നോക്കാം. നമ്മൾ അവിടുന്ന് നടന്ന് ഇതാണ്ട് ഇവിടെ വന്ന് തിരിത്. ഇത് മറ്റേ വെള്ളം ചീറ്റുന്ന സാധനമില്ലേ. നമ്മൾ നേരത്തെ അപ്പുറത്തായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് കണ്ടത്. നമ്മളെ അപ്പുറേ വന്നു. നമ്മുടെ റൂമിൻ്റെ ബാക്ക് സൈഡ്. അല്ല ലൈറ്റൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. സമയം ഇവിടെ ഇപ്പം 6:57. നമ്മൾ വെറുതെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ ഇവിടെ ഒരു പനേൻ്റെ തോട്ടം. മീൻസ് ഒരു പനൻ്റെ തോട്ടം. പന കിളിപ്പിക്കുക കുഞ്ഞിപ്പന. അതെ ഞാൻ മറ്റേ അന്ന് പറഞ്ഞ സാധനം വള്ളത്തിൻ്റെ ഇത്. നമ്മളിപ്പം ഇതിൻ്റെ അപ്പുറത്താണ് വന്നിരുന്നത്. അന്ന് നമ്മൾ ഇവിടെയാണ് വന്നിട്ട് തിരിഞ്ഞു പോയത്. അതെ ഇവിടെ ഇതിലേക്കൂടെ ചെല്ലണ വഴിയാണ് നമ്മൾ നേരത്തെ അവിടെ കണ്ടത്. അതായത് അന്ന് നമ്മളിവിടെ വന്ന് നിന്നാ ഡെഡ് എൻഡ്. ഇതാണ് ആ ഡെഡ് എൻഡ്. നമ്മളന്ന് ഇതിലേക്കൂടെ പോയതാണ്. അപ്പുറം വന്നപ്പോൾ ഒരു വഴിയുണ്ടത്. ആ കാണുന്നത് നമ്മൾ അപ്പുറം വന്ന വഴിയാണ്. ഇവിടെ കൂടുതൽ കാണാനൊന്നുമില്ല. ഞാൻ ഇതിലേക്കൂടെ വല്ല വഴിയുണ്ടെന്ന് ഓർത്തിട്ട് വന്നിട്ടില്ലെന്ന് ഓർത്ത് വന്നത്. പക്ഷേ ഇങ്ങോട്ടിപ്പോൾ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വന്നിട്ടുള്ളത്. അവിടെയൊക്കെ ഡെഡ് എൻഡാണ്. ഇവിടെയും ഡെഡ് എൻഡാണ്. ഇതാണ് നമ്മൾ അന്ന് ഇവിടെ വന്നപ്പോൾ ഏതൊരു വണ്ടി കിടപ്പുണ്ടായോ. ഇത് CMGയുടെ മറ്റേ ഇത് GMCയുടെ വേറൊരു സാധനം. ഇനി എങ്ങോട്ട് പോകും കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ ബാങ്ക് വിളിച്ച് തുടങ്ങി. 7 മണി 6. സാധാരണ നമ്മൾ ഈ സമയമാകുമ്പോഴാണ് മേളിൽ വന്നിട്ട് നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ട് തുടങ്ങാൻ പോകുന്നത്. അപ്പോഴാണ് ബാങ്ക് വിളിക്കുന്നത്. ബാങ്ക് വിളി കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യണത്. എനിക്കാണെങ്കിൽ അത് കാണിക്കണം വേണമെങ്കിൽ. പക്ഷെ ഇരുട്ടായി. ഇതിലെടുത്താൻ പറ്റുമെന്ന് അറിയില്ല. സാംസങ് കൊണ്ട് പോകേണ്ടി വരും. എന്തായാലും പോവാം. അതാണ് കാര്യമായിട്ടൊന്നുമില്ല. ചെറിയ ബ്ലോഗായിരിക്കും. മിക്കവാറും ഷോർട്സിലായിരിക്കും വന്നത്. ഞാൻ നടന്ന് വിയർത്ത് പെട്ടെന്ന് ചൂടാണ് ഇവിടെ.
എനിക്ക് ഇവിടുത്തെ എത്ര ഡിഗ്രിയെന്ന് ഞാൻ ഐ മീൻ ടെമ്പറേച്ചർ എത്രയാണെന്ന് ഞാൻ നോക്കട്ടെ. നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെ 31 ഡിഗ്രിയാണ് കറണ്ട് ടെമ്പറേച്ചർ ഇവിടുത്തെ. 31. അയ്യ നമ്മളത് തിരിച്ചു നടക്കും. അതെ നമ്മൾ വീണ്ടും പഴയ സ്ഥലത്ത് വന്ന്. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പോകാൻ ഇനി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത് പരിപാടി. നമുക്ക് വേറെ കാണാനായിട്ട് അങ്ങോട്ട് ഇനി ഇല്ല. ബാക്കി എല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിത്തിരിഞ്ഞ് നടന്ന് പോയി. അതുകൊണ്ട് എല്ലാവരും പോയി തീർന്ന്. നമ്മളപ്പോൾ തിരിച്ച് നടക്കുവാണ്. ഇപ്പോൾ 6:30 7:03 ആയിട്ടുണ്ട്. ബാങ്ക് വിളിച്ച് കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക. മറ്റൊരു കൂട് വഴിയായിട്ട് നമുക്ക് വീണ്ടും വരാം. പിന്നെ നമുക്ക് ദൂരത്തോട്ട് അപ്പുറത്തോട്ടൊക്കെ പോകാൻ കുറച്ചുണ്ട്. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി രാത്രിയാവും. ഇപ്പം തന്നെ 7 മണി. രാത്രിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് കുറേ നടക്കേണ്ടി വരും. ഞാൻ വീഡിയോ എടുത്ത് പോകുമ്പോൾ നല്ലപോലെ നടക്കും. പക്ഷേ തിരിച്ച് വീഡിയോ ഒന്നും ഇല്ലാതെയായിരിക്കും ഞാൻ വന്നത്. കണ്ടോ ഒരാൾ ദൈവം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇവിടെയൊക്കെ നടന്ന് മടുത്ത്, അവിടെ ഇവിടെയൊക്കെ കണ്ട് മടുത്ത്. ഞാൻ കുറച്ച് നേരം അവിടെ നിൽക്കുമായിരുന്നു. അവിടെ മറ്റേ പക്ഷിയുടെ ബഹളം, മറ്റേ ഈ സമയത്തുള്ള വൈകിട്ടുള്ള പക്ഷിയുടെ ബഹളമൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമായിരുന്നു. അത് കാരണം അവിടെ നിന്ന് വെറുതെ ലാഗടിച്ച്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോകാനുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ പോകുന്നില്ല എന്ന് വിചാരിക്കും. നമുക്ക് നാളെ ചെയ്യാം. സമയമുണ്ടല്ലോ. ഇപ്പോൾ ഓരോരോ പരിപാടിയായിട്ട് എല്ലാം കൂടെ ഒറ്റയ്ക്ക് തീർക്കണം ശരിയല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോ ഇട്ട് തരാം. ബൈ ഗൈസ്. ഒരു ടാറ്റ പറഞ്ഞേ. ഇല്ല ആൾ വേറെ എന്തോ കാര്യമായിട്ട് നോക്കുക. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വ്ളോഗോട്ട് സംസാരിക്കുന്നു. ബൈ ഗൈസ്. ബൈ പറഞ്ഞേ. ബൈ ഉണ്ടോ? ടാറ്റ പറഞ്ഞേ. ടാറ്റ. അപ്പോൾ ബൈ ഗൈസ്.